സസ്പെൻഷൻ റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. അതിൽ ഒരു വശം എന്ന് പറയുന്ന വ്യക്തിപരമായ വശമാണ്. വ്യക്തിപരമായ വശം അന്വേഷിക്കേണ്ടത് KSRTC ജോലിയല്ല. പക്ഷെ അതിൽ ഔദ്യോഗികമായ മറ്റൊരു വശമുണ്ട്. ഇവരുടെ അശ്രദ്ധ കൊണ്ട് യാത്രക്കാർ ബെല്ലടിച്ചിറങ്ങി പോകുന്നുണ്ട്. അതായത് യാത്രക്കാർ ബെല്ലടിച്ചിറങ്ങി പോവുകയും ബെല്ലടിച്ച് കയറുകയൊക്കെ ചെയ്യുന്ന ഒരു ദൃശ്യം വരുമ്പോൾ കണ്ടക്ടർ അതിൻ്റെ ഉത്തരവാദിയാണ്. ബെല്ലിൻ്റെ കൺട്രോൾ കണ്ടക്ടറിലല്ല, നാട്ടുകാരിലല്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുണ്ട്. അത് പരിശോധിക്കണം. ഈ മറ്റേ ഒന്നാം ഭാഗം ഉണ്ടല്ലോ, ഈ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒന്നാം ഭാഗം ഉദ്യോഗസ്ഥൻ്റെ ഒരു അബദ്ധധാരണയാണ്. ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല. ഉത്തരവിൽ അപാകതയുണ്ട്. അതുകൊണ്ടാണ് ഉത്തരവ് റദ്ദാക്കിയത്. ഇനി അടുത്ത ഉത്തരവ് എങ്ങനെ വേണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. അത് തികച്ചും സാങ്കേതികമാണ്. ഒരു ബസ്സിൻ്റെ കണ്ടക്ടർ എന്ന് പറയുന്നതിൻ്റെ കൺട്രോളിലുള്ള ആളാണ്. ആ ആള് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യണം, ബെല്ലെല്ലാം കൺട്രോൾ ചെയ്യണം. അതിൽ മരിച്ച് ആ ആൾ ഫ്രണ്ടിൽ പോയിരുന്ന് ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ആളുകൾ ബെല്ലടിച്ച് കയറി ഇറങ്ങുകയും ചെയ്യുന്നൊരു ദൃശ്യമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം. പിന്നെ